കൊല്ലം നെടുമ്പനയിൽ മരണവീട്ടിൽ പോയി മടങ്ങിയ കുടുംബത്തെ ഒരു സംഘം ക്രൂരമായി ആക്രമിച്ചു. മറ്റൊരാളോടുള്ള വൈരാഗ്യത്തിന്റെ പേരിലാണ് സംഘം മാരകായുധങ്ങൾ ഉപയോഗിച്ച് കുടുംബത്തെ ആക്രമിച്ചത്. സംഭവത്തിൽ 9 പേർക്കെതിരെ കണ്ണനല്ലൂർ പോലീസ് കേസെടുത്തു. ഉപദ്രവിക്കരുതെന്ന് കാല് പിടിച്ചു പറഞ്ഞിട്ടും ലഹരിയിലായിരുന്ന സംഘം കേട്ടില്ലെന്ന് ആക്രമിക്കപ്പെട്ട ധന്യയും കുടുംബവും മീഡിയ വണ്ണോട് പറഞ്ഞു. ഏപ്രിൽ 7 രാത്രിയാണ് ധന്യയ്ക്കും കുടുംബത്തിനും നേരെ ആക്രമണമുണ്ടായത്. BSNL ജീവനക്കാരിയായ ധന്യയും ഭർത്താവും സഹോദരനും കുടുംബത്തിനുമാണ് വലിയ വിളയ്ക്ക് സമീപം വെച്ച് ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം നേരിടേണ്ടി വന്നത്. ഞങ്ങൾ മരണത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇതുപോലെ റോഡിൽ 7-8 ചെറുപ്പക്കാർ, ഒരു പട്ടിയും കുറച്ച് കത്തിയും വാളുകളുമായിട്ട് നിന്നിട്ട് അവൻ പറയുന്നത് വലിയവിള മുക്കിലുള്ള വിശാഖ എൻ്റെ പേർക്ക് കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ ഉള്ളവരാരും ഇതുവഴി പോകാൻ പറ്റത്തില്ല. ബൈക്കുകളിലെത്തിയ സംഘം യാതൊരു പ്രകോപനമോ കാരണമോ ഇല്ലാതെ ആക്രമിച്ചുവെന്നാണ് പരാതി. വലിയ വിളയിലുള്ള വിശാഖിനെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് കുടുംബത്തിന് നേരെ അക്രമം അഴിച്ചുവിട്ടത്. ഒരു ദയദാക്ഷിണ്യമില്ലാതാണ് ചെയ്തത്. ഇങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മളൊരു കുടുംബമായി വരുന്ന സമയത്ത് വഴി നടക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു രീതി വരുമ്പോഴേക്ക് ഇനി മുന്നോട്ട് ഇനി എന്താണെന്ന് നമ്മൾ ആലോചിക്കുക. കാര്യം വെച്ചാൽ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുമ്പോഴൊക്കെ ഉള്ളൊരു സംഭവം. കണ്ണനല്ലൂർ പോലീസ് എത്തിയാണ് കുടുംബത്തെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത്. അക്രമി സംഘത്തിൽ ചിലരെ കണ്ടുപരിചയം മാത്രമാണ് പരാതിക്കാർക്കുള്ളത്. സിനിമയിൽ പോലും ആ ഒരു കാണുന്ന അതിലും ക്രൂരമായ രീതിയിലുള്ളൊരു മർദ്ദനമായിരുന്നു. വെട്ടി കൊലപ്പെടുത്താനുള്ളൊരു ശ്രമമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് പോലീസ് വന്നതിന് ശേഷമാണ് ഞങ്ങളെ വാഹനങ്ങൾ വരെ ഞങ്ങൾ അവിടെ നിന്ന് എടുക്കുന്നത്. മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിയാണ് പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ മനീഷ്, മജേഷ്, ആരോമൽ, ഹരിലാൽ, ആദർശ്, അക്ഷയ്, സുധീഷ് കണ്ടാലറിയാവുന്ന 2 പേർക്കെതിരെയും വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. ഒളിവിലുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കണ്ണനല്ലൂർ പോലീസ് അറിയിച്ചു.